കൊല്ലം വൈബിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഇതൊരു തുടക്കം എന്ന രീതിയിൽ ഞങ്ങളൊരു പുതിയ അവതരണ രീതി തുടങ്ങുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും എൻ്റെ കയ്യിൽ എന്താണ് ഈ പത്രമൊക്കെ ആയിട്ടെന്ന്, അല്ലേ? നമുക്കറിയാം എല്ലാ പേർക്കും ചിലപ്പോൾ രാവിലെ പത്രമൊന്നും വായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം പുതിയൊരു അവതരണ രീതി, അതായത് കൊല്ലം ജില്ലയിലെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വായനാ രീതിയാണ് നമ്മളിവിടെ തുടങ്ങി വെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തുടക്കത്തിൽ നമ്മളൊരു മലയാള മനോരമ പത്രത്തിലെ വാർത്തകളാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്കറിയില്ല. ഒരു പരീക്ഷണാർത്ഥം നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ പത്രത്തിലെ ഏതാനും ചില പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഉൾപ്പെടുത്തി ഒരു പുതിയ അവതരണ രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ തുടക്കത്തിൽ നമ്മൾ മലയാള മനോരമ പത്രത്തിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായി അറിയിക്കണം. തീർച്ചയായും നമ്മളത് പരിഗണിക്കുകയും അതിന് തക്ക മാറ്റങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും സഹകരണവും എല്ലാം ഉണ്ടാവണം. കൊല്ലത്ത് നമുക്ക് പ്രധാനപ്പെട്ട 2 അപൂർവ അതിഥികൾ എത്തിയിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ തീരത്ത് അപൂർവമായി മാത്രം വിരുന്നെത്തുന്ന തവിടൻ കടൽ വാത്ത ബ്രൗൺ ബൂബിയെ കൊല്ലം ജില്ലയിൽ ആദ്യമായി കണ്ടെത്തി. പക്ഷികളെക്കുറിച്ച് ശാസ്ത്രീയമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഇ ബ്ലേഡ് പ്ലാറ്റ്ഫോമിലെ വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്തെ 2ാമത്തെയും ഇന്ത്യയിലെ 13ാമത്തെയും മാത്രം റിപ്പോർട്ടാണിത്. കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിലാണ് ഈ പക്ഷിയെ കേരളത്തിൽ ആദ്യമായി കണ്ടെത്തുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റേറ്റ് തീരം തൊട്ട് അപൂർവ അതിഥികളായ ദേശാടകർ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം തീരത്തെത്തി. തവിടൻ കടൽവാത്ത്, തവിടൻ നോടി, ആള, മലങ്കൂളൻ, പേർഷ്യൻ തിരവെട്ടി എന്നീ 4 ഇനം പക്ഷികളെയാണ് അഴീക്കൽ പുലിമുട്ടിൽ നിന്ന് 30 ദിവസത്തിനിടയിൽ കണ്ടെത്തിയത്. ഇവയിൽ മലങ്കൂളൻ ഒഴികെ ബാക്കി 3ഉം കടൽ പക്ഷികളാണ്. മൺസൂൺ സീ വാച്ച് എന്ന പ്രോഗ്രാമിനിടയിൽ ഫൈസൽ ഫസലുദ്ദീൻ, അമ്പാടി സുഗതൻ എന്നീ പക്ഷി നിരീക്ഷകരാണ് പേർഷ്യൻ തിരവെട്ടിയുടെ ചിത്രം പകർത്തിയത്. തവിടൻ കടൽവാത്തിനെ മറ്റ് 2 ഇനം പക്ഷികളെയും ഫൈസലാണ് കണ്ടെത്തിയത്. ഇരുവരും കൊല്ലം ബേർഡിംഗ് ബറ്റാലിയനിലെ അംഗങ്ങളാണ്. ഈ ബേർഡ് പോർട്ടലിലെ വിവരങ്ങൾ പ്രകാരം കൊല്ലത്ത് ആദ്യമായിട്ടാണ് 4 പക്ഷികളെയും കണ്ടെത്തുന്നത്. ഉൾക്കടലുകളിലാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ കാറ്റും മഴയുമാകാം ഈ പക്ഷികളെ അഴീക്കൽ തീരത്ത് എത്തിച്ചതെന്നാണ് നിഗമനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ തിരുമുല്ല വാർത്ത് പിതൃതർപ്പണവുമായി സംബന്ധിച്ച് നടന്ന ചില പ്രശ്നങ്ങളാണ്. കാരണം ബലിയിടാൻ എത്തിയവർക്ക് വേണ്ടത്ര സൗകര്യമൊരുക്കിയില്ല എന്ന് പറഞ്ഞ് ഓരോ സംഭവവികാസങ്ങളുണ്ടായി. അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. തിരുമുല്ല ഭാരത് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗുരുതര വീഴ്ച വരുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മഹാവിഷ്ണു ക്ഷേത്ര വളപ്പിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ഭക്തജനങ്ങളും നാട്ടുകാരും ചേർന്ന് ഇന്നലെ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാവിലെ 9 മണിയോടെയാണ് ഭക്തർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും സ്ഥലത്തെത്തണമെന്ന ആവശ്യമുയർന്നു. രസീത് കൗണ്ടർ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഒരു വിഭാഗം പ്രതിഷേധക്കാർ നിലപാടെടുത്തു. തുടർന്ന് പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. 28-ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അഭിപ്രായം തേടുകയും ആലോചിക്കുകയും ചെയ്തിട്ടില്ലെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, സെക്രട്ടറി എസ് അനിൽ എന്നിവർ പറഞ്ഞു. ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കളക്ടറും ADM-ഉം വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പിതൃതർപ്പണത്തിനെത്തിയ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം കൊടുക്കാതിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയിൽ പ്രതിഷേധിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി ദേവസ്വം ബോർഡിന്റെ ആനന്ദവല്ലീശ്വരം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. RSS ദക്ഷിണ പ്രാന്ത കാര്യകാരി സദസ്യൻ വി മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ആർ ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി തെക്കടം സുദർശനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, സെക്രട്ടറി പുത്തൂർ തുളസി, സംസ്ഥാന സമിതി അംഗം കുര ഗോപാലകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി വി രവികുമാർ, വൈസ് പ്രസിഡന്റ് ഹരിഹരൻ അയ്യർ, രാജു മുണ്ടയ്ക്കൽ, ഓലയിൽ ഗോപൻ, സെന്തിൽ, രാജി ശക്തികുളങ്ങര എന്നിവർ പ്രസംഗിച്ചു. കൂപ്പൺ നൽകിയ ശേഷം ബലിതർപ്പണത്തിനുള്ള പൂജാദ്രവ്യങ്ങൾ നൽകാതെ മണിക്കൂറുകളോളം ക്യൂ നിർത്തിയും വേണ്ട രീതിയിൽ കർമ്മം നടത്താനുമുള്ള സാഹചര്യം ഒരുക്കാതെയും ആചാരാനുഷ്ഠാനത്തിന് വീഴ്ച വരുത്തിയ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വിശ്വജിത്ത് പറഞ്ഞു. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ആശ്രമ VSA മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കതൊന്ന് വായിക്കാം. പാർവതി മില്ലിൻ്റെ 16.4 ഏക്കർ സ്ഥലം ആശ്രമം
ESI മോഡൽ ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനായി വിട്ടു നൽകുന്നതിനുള്ള നടപടി വേഗത്തിലാക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. ആശ്രാമം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് ESI കോർപ്പറേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പാർവതി മില്ലിൻ്റെ സ്ഥലം മെഡിക്കൽ കോളേജിന് യോജിച്ചതും ആശ്രാമം ആശുപത്രിക്ക് സമീപത്തുമാണ്. കൊല്ലത്ത് ഭൂമി ലഭ്യത വളരെ കുറവാണ്. പാർവതി മില്ലിൻ്റെ സ്ഥലം കാലങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്നത് പൊതു പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്നും MP ചൂണ്ടിക്കാട്ടി. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ലീഗൽ മെട്രോളജി വകുപ്പും അവരുടെ പരിശോധന വളരെ കർശനമാക്കിയിട്ടുണ്ട്. എല്ലാ വ്യവസായികളും അതൊന്ന് ശ്രദ്ധിക്കുക. ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർമാരുടെ കൊല്ലം, പത്തനാപുരം, കുന്നത്തൂർ, കൊട്ടാരക്കര താലൂക്കുകളിലെ 28 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അളവ് തൂക്ക ഉപകരണങ്ങൾ മുദ്ര പതിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പിഴ ഇനത്തിൽ 11,000 രൂപ ഈടാക്കി. വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലെ ത്രാസുകൾ ഓൺലൈനിലൂടെ ലീഗൽ മെട്രോളജി നിയമങ്ങൾ പാലിക്കാതെ വിൽപ്പന നടത്തുകയും വാങ്ങുകയും ചെയ്ത ത്രാസുകൾ സംബന്ധിച്ച് തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഡെപ്യൂട്ടി കൺട്രോളർ അറിയിച്ചു. കൊല്ലം കളേഴ്സിൻ്റെ നേതൃത്വത്തിൽ പാച്ചൻ കൊട്ടിയത്തിൻ്റെ ഇങ്ക് ടെയിൽസ് കാരിക്കേച്ചർ പ്രദർശനത്തിന് തുടക്കമായി. പ്രൊഫസർ കാട്ടൂർ നാരായണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കളേഴ്സ് പ്രസിഡന്റ് S. സുധീഷൻ അധ്യക്ഷനായി. പബ്ലിക് ലൈബ്രറി ആർട്ട് ഗാലറിയിൽ ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. മലയാള സാഹിത്യത്തിലെ നോവലിസ്റ്റുകൾ തന്നെ അവരുടെ കഥയിലെ കഥാപാത്രങ്ങളാകുന്നു എന്നതാണ് പ്രദർശനത്തിൻ്റെ പ്രധാന ആകർഷണം. 1995 പാലക്കാട് വെച്ച് കേരള ചിത്രകലാ പരിഷത്ത് നടത്തിയ വർണ്ണമേളം മത്സരത്തിൽ MD അദ്ദേഹത്തിൻ്റെ തന്നെ നോവലിലെ കഥാപാത്രമാകുന്ന കാരിക്കേച്ചർ വരച്ചതിലൂടെയാണ് ഇത്തരത്തിലൊരു കാരിക്കേച്ചർ പ്രദർശനം നടത്താൻ ആഗ്രഹമുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം MDയുടെ ജന്മദിനത്തിൽ തന്നെയാണ് പ്രദർശനത്തിനായുള്ള കാരിക്കേച്ചറുകൾ വരച്ചു തുടങ്ങിയത് എന്ന് പാച്ചൻ കൊട്ടിയം പറയുന്നു. 1 വർഷം എടുത്താണ് കാരിക്കേച്ചറുകൾ വരച്ചത്. 50 കാരിക്കേച്ചറുകളാണ് പ്രദർശനത്തിനുള്ളത്. ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി നമുക്ക് പത്രത്തിൽ വന്ന വാർത്തകൾ എന്തൊക്കെയാണെന്നൊന്ന് വായിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പുറത്തു വന്നതോടെ ജില്ലയിലെങ്ങും പരാതികൾ. വാർഡുകളുടെ അതിർത്തി പുനർനിർണയിച്ചതോടെ ചില വോട്ടർമാർ വാർഡ് മാറി ഉൾപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ വോട്ട് ഇല്ലാതായി. മരിച്ചുപോയവരും പട്ടികയിൽ ജീവിച്ചിരിപ്പുണ്ട്. ചിലർ 2 വാർഡുകളിലുമുണ്ട്. പുതിയ വാർഡുകളും പഴയ വീട്ടു നമ്പറുകളുമായതിനാൽ പട്ടികയിലെ വോട്ടുകളാകെ തലതിരിഞ്ഞു കിടക്കുകയാണ്. ഒരേ പ്രദേശത്തുള്ളവർ പോലും പല വാർഡുകളിലായി മാറിയിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറാൻ വൈകിയെന്നും വ്യാപകമായ പരാതിയുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങളിലെയും പട്ടിക 2 ദിവസം വൈകി ഇന്നലെയോടെയാണ് വിതരണം ചെയ്തത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാനും ഓഗസ്റ്റ് 7 വരെ മാത്രമാണ് സമയമുള്ളത്. അതിനിടയിൽ വിശദമായ പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തി തിരുത്തേണ്ടതിനാൽ ഈ കാലയളവ് കൂട്ടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. പുതിയതായി രൂപീകരിച്ച പാർട്ടികളുടെ അതിർത്തി വാർഡുകളിലാണ് ഏറെ പേരും പുറത്തായിട്ടുള്ളത്. ഒരാൾ തന്നെ വിവിധ ക്രമ നമ്പറുകളിൽ 3-4 തവണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പരാതിയുണ്ട്. ഒരു വീട്ടിലെ അംഗങ്ങൾ ക്രമനമ്പർ തെറ്റി പലയിടത്തായും വന്നിട്ടുണ്ട്. കുളത്തൂപ്പുഴ, തെന്മല, വെളിനല്ലൂർ, ചിതറ, നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തുകൾ, പുനലൂർ നഗരസഭ അടക്കം പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡിലെ വോട്ടർമാർ തന്നെ മറ്റു വാർഡുകളിലെ പട്ടികകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. വാർഡ് മാറിയെങ്കിലും പല വോട്ടർമാരും ഇപ്പോഴും പഴയ വാർഡിൽ തന്നെയാണ്. ഇനി ഈ വോട്ടർമാരെ മുഴുവൻ പുതിയ വാർഡിൻ്റെ പരിധിയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ.